ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹുദാന ലിറ്ററജിക്കൽ ക്വിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉഹുദാന ലിറ്ററജിക്കൽ ക്വിസിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ റുഹാഷണ പ്രാർത്ഥനകളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. റുഹാക്ഷണത്തിൻ്റെ ഗ്രീക്ക് പദമായ എപ്പിക്ലേസിസ് എന്ന വാക്കാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എപ്പി, ക്ലേസിസ് എന്നീ രണ്ട് മൂലപദങ്ങൾ ചേർന്നുണ്ടായതാണ് എപ്പിക്ലേസിസ് എന്ന വാക്ക്. എപ്പി എന്ന് വെച്ചാൽ മേലെന്നും ക്ലേസിസ് എന്നാൽ ക്ഷണം അഥവാ വിളി എന്നുമാണ് അർത്ഥം. എന്തിൻ്റെയെങ്കിലും മേൽ വിളിച്ചപേക്ഷിക്കുക എന്നാണ് എപ്പിക്ലേസിസിൻ്റെ അർത്ഥം. അനാഫോറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പ്രണാമ ജപങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കുർബാനയിൽ റുഹാഷണ പ്രാർത്ഥന ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നടക്കുന്ന ഈ സമയത്ത് പുരോഹിതനും ആരാധനാ സമൂഹവും ശിരസ്സു നമിച്ചു നിൽക്കുന്നതായി കുർബാനക്രമത്തിൻ്റെ പ്രമുഖ വ്യാഖ്യാതാവായ എബ്രാഹിം ബർലീഫ പ്രസ്താവിക്കുന്നുണ്ട്. കാർമികൻ ദിവ്യരഹസ്യങ്ങളുടെ മേൽ കൈകൾ ഉയർത്തി ഇടതുകൈ അടിയിലും വലതുകൈ മുകളിലുമായി കുരിശാകൃതിയിൽ കമഴ്ത്തി പിടിച്ചുകൊണ്ടാണ് റുഹാഷണ പ്രാർത്ഥന ചൊല്ലുന്നത്. പഴയ നിയമബലിയിൽ ബലിയർപ്പിക്കപ്പെടുന്ന ബലിവസ്തുവിൻ്റെ മേൽ യഹൂദ പുരോഹിതന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ കുർബാനയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുർബാനയുടെ ബലിപരമായ സ്വഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയാണ്. കുരിശിലാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ബലിയർപ്പിക്കപ്പെട്ടതെന്ന് കുരിശാകൃതിയിൽ കൈപിടിക്കുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. സിറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ 3 അനാഫോറകളാണ് ഉള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മറത്തായിയുടെയും മാറിയുടെയും അനാഫോറ, മാർ നെസ്തോറിയസിൻ്റെ അനാഫോറ, മാർ തെയദോറിൻ്റെ അനാഫോറ. ഈ 3 അനാഫോറകളിലെയും അവസാനത്തെ പ്രണാമജപത്തിൻ്റെ അടിസ്ഥാന വിഷയം വിശുദ്ധീകരണമാണ്. ഈ വിശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ എപ്പിക്ലേസിസ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ബലിവസ്തുക്കളും ഇപ്പോൾ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥനാ നിമഗ്നനായിരിക്കുന്ന ആരാധനാ സമൂഹവും ഒരുപോലെ പൗത്രീകരിക്കപ്പെടുന്നു. മാർ തെയഡോറിൻ്റെ കൂദാശക്രമത്തിൽ ഇത് വളരെ വ്യക്തമാണ്. അവിടെ ആ പ്രാർത്ഥനയിൽ പുരോഹിതൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളോടൊപ്പം കുർബാനയിൽ സംബന്ധിക്കുന്ന ആരാധനാ സമൂഹത്തിൻ്റെയും കൂടെ വിശുദ്ധീകരണത്തിൻ്റെ സമയമാണ് റുഹാഷണ പ്രാർത്ഥന. ഈ റുഹാഷണ പ്രാർത്ഥന ഒറ്റപ്പെട്ട ഒരു ഘടകമല്ല, മറിച്ച് ഒരു പൂർത്തീകരണമാണ്. അനാഫോറയിൽ ആരംഭിച്ച കൂദാശ പൂർത്തിയാകുന്ന നിമിഷമാണ് എപ്പിക്ലേസിസ് എന്ന് സഭയുടെ പിതാക്കന്മാർ കരുതുന്നുണ്ട്. നമ്മുടെ കുർബാനയിൽ റുഹാഷണം വരെ കർത്താവിൻ്റെ മരണവും റുഹാക്ഷണത്തിൽ അവിടുത്തെ ഉയിർപ്പുമാണ് അനുസ്മരിക്കപ്പെടുന്നതെന്ന് പല പിതാക്കന്മാരും വ്യാഖ്യാനിക്കുന്നുമുണ്ട്. ഈശോ തൻ്റെ മഹത്തായ ഉത്ഥാനത്തിലൂടെയാണല്ലോ തൻ്റെ രക്ഷാകര ദൗത്യം ഈ ലോകത്തിൽ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാനയിൽ ഉത്ഥാന രഹസ്യം വളരെ പ്രത്യേകമായ വിധം അനുസ്മരിക്കപ്പെടുന്ന റുഹാഷണ പ്രാർത്ഥനയിലൂടെയാണ് അനാഫോറയിൽ ആരംഭിച്ച കൂദാശ പൂർത്തിയാകുന്നത്. ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈശോയാബ് മൂന്നാമൻ ഇപ്രകാരം പറയുന്നുണ്ട്: റുഹാക്ഷണത്തിന് മുൻപ് ഒരു കൂദാശയും പൂർണ്ണമല്ല. റുഹാക്ഷണം വഴി അത് കൂദാശ ചെയ്യപ്പെടുന്നു. റുഹാക്ഷണത്തിന് ശേഷമുള്ള റൂഷ്മ കൂദാശ പരികർമ്മത്തിൻ്റെ പൂരകമാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരം ഉയർത്തെഴുന്നേറ്റത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. വിശ്വാസ പ്രമാണത്തിൽ അത് പറയുന്നുണ്ടല്ലോ. അങ്ങനെ അഭിഷിക്തമായ ആ ശരീരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അമർത്യമായി തീർന്നു. അതുപോലെ തന്നെ
നമ്മുടെ കുർബാനയിലും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അപ്പവും വീഞ്ഞും, ഈ 2 പദാർത്ഥങ്ങളും അവയുടെ മേൽ വരുന്ന കൃപാവർഷത്താൽ അഭിഷേകിക്കപ്പെടുകയും ഉത്ഥാനാനന്തരമുള്ള മിശിഹായുടെ ശരീരം പോലെ ആവുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ദൈവിക രക്ഷാകര പദ്ധതിയുടെ ആരംഭം മുതൽ നമുക്ക് കാണാവുന്നതാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ വെള്ളത്തിന് മുകളിൽ ദൈവത്തിൻ്റെ അരൂപി ആവസിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മംഗളവാർത്തയിൽ ദൈവാരൂപി മറിയത്തിൽ ഇറങ്ങി വസിച്ചു. ജോർദാൻ നദിയിൽ ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ചു. പെന്തക്കോസ്താ ദിനം പരിശുദ്ധാത്മാവ് സെഹിയോൻ ഊട്ടുശാലയിൽ സ്ലീഹന്മാരുടെ മേൽ ആവസിച്ചു. അങ്ങനെ രക്ഷാകര സംഭവങ്ങളുടെ പ്രധാന നിമിഷങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണമായ കുർബാനയിലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി വിശുദ്ധീകരിക്കപ്പെടുന്ന രഹസ്യങ്ങളുടെ സ്വീകരണം വഴി ആരാധനാ സമൂഹത്തിന് കൈവരുന്ന മഹത്തായ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പുരോഹിതൻ നടത്തുന്ന പ്രാർത്ഥന നമുക്ക് വളരെ വ്യക്തതയോടുകൂടി വിശദമാക്കി തരുന്നുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: നിൻ്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് പുരോഹിതൻ തൻ്റെ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ ബലിവസ്തുക്കളുടെ മേൽ ആവസിക്കണമേ എന്ന അപേക്ഷ. രണ്ടാമതായി, ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച ബലിവസ്തുക്കളുടെ സ്വീകരണം വഴി ആരാധനാ സമൂഹത്തിന് പാപമോചനവും നിത്യജീവനും ലഭിക്കണം. ഈ 2 അപേക്ഷകളാണ് പ്രധാനമായിട്ടും പുരോഹിതൻ ഇവിടെ നടത്തുന്നത്. ഇതാണ് നമ്മുടെ മഹത്തായ ഭാഗ്യം. മിശിഹായിലൂടെ പൂർത്തിയായ രക്ഷാകര രഹസ്യങ്ങളിൽ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്ന മഹത്തായ സൗഭാഗ്യം. നമ്മൾ തീർത്ഥാടകരായി ഈ ലോകത്തിൽ തുടരുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, ഉയർപ്പിലുള്ള പ്രത്യാശ, സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം. നമ്മുടെ ആരാധനാക്രമത്തിലെ 3 അനാഫറകളിലുമുള്ള റുഹാക്ഷണ പ്രാർത്ഥനകളിലും ഈ ആശയങ്ങളെല്ലാമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ റുഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് യുഗാന്ത്യോന്മുഖമായ ഒരു മാനം കൂടെയുണ്ട്. അദായിയുടെയും മാറിയുടെയും അനാഫറ യഥാർത്ഥത്തിൽ യഹൂദരുടെ പെസഹ അനുസ്മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഘടനയ്ക്ക് യഹൂദരുടെ ആശീർവാദ പ്രാർത്ഥനയായ ബിർഹാത്ത് ഹമാസോണുമായി നല്ല ബന്ധമുണ്ട്. ഈ ആശീർവാദ പ്രാർത്ഥനയുടെ 3-ാമത്തെ ഭാഗത്ത് മിശിഹായുടെ ആഗമനത്തിനായി അവർ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതവരുടെ പ്രത്യേകതയാണ്. മിശിഹ വരുമെന്നുള്ള പ്രതീക്ഷ. ഈ പെസഹ രാത്രിയിൽ തന്നെ മിശിഹ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത് വിമോചനത്തിൻ്റെ ദിവസമാണല്ലോ. ഈ പ്രാർത്ഥനയ്ക്ക് സമാനമായി 4-ാമത്തെ പ്രണാമജപത്തോട് ചേർന്ന് എപ്പിക്ലേസിസ് ഉരുത്തിരിഞ്ഞിരിക്കാം എന്ന് ആരാധനാക്രമ പണ്ഡിതർ കരുതുന്നു. യഹൂദർ പെസഹ അവസരത്തിൽ മിശിഹായെ പ്രതീക്ഷിച്ചതുപോലെ ആദിമ ക്രൈസ്തവർ കുർബാനയുടെ സമയത്ത് അവിടുത്തെ പുനരാഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മാറാനാത്ത, അതായത് കർത്താവെ വരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് കുർബാനയിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥന ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് സഭയുടെ യുഗാന്ത്യോന്മുഖത വ്യക്തമാക്കുന്ന പ്രാർത്ഥന കൂടിയാണ്. ഈ പ്രാർത്ഥനയിൽ നമുക്കും ഭക്തിപൂർവ്വം പങ്കെടുക്കാം. അങ്ങനെ നമ്മുടെ ആരാധനാക്രമം അതിലുള്ള ശരിയായ പങ്കെടുക്കൽ വഴി സ്വർഗീയ ജീവിതത്തിൻ്റെ വലിയ സന്തോഷം നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.